പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കര പഞ്ചായത്തിലെ ഒരു കർഷകനാണ് ഞാൻ. ഇവിടെ കുരുമുളക് കൃഷി എനിക്ക് നേരത്തെ ഉണ്ട്, വേറൊരു പുരയുടെ ഉണ്ട്, അവിടെ 1700 മൂടുണ്ട്. എങ്കിലും അതൊന്നും പലതും ശാസ്ത്രീയമായിട്ടല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പുതിയ ഇനത്തിലുള്ള വിയറ്റ്നാം ഫാമിലെ മോഡൽ കൃഷി ഇവിടെ നല്ലതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു കൃഷിയാണ് ഇത്. പോളിത്തീൻ പൈപ്പിനകത്ത് കയറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ ഞങ്ങൾ ചേരുന്ന മറ്റു മരത്തുകളിൽ ചേർക്കുമ്പോൾ ഇടുന്ന വളം മുഴുവനും മരം വലിക്കും. അതുപോലെ തന്നെ കൊന്നയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കമ്പ് വെട്ടി ഒത്തിരി ചിലവുണ്ടാവും. ഇത് രണ്ടും ഒഴിവാക്കാം. പിന്നീടാണ് വീഡ്സ് ഇല്ലാതെ ട്രിപ്പും ഒക്കെ കൊടുത്ത് മിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കൃഷി ഞാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കരിമുണ്ടയൊക്കെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അത് 200ഓളം ചെടികൾ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിന് ഭയങ്കരമായ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി അതിന് വേനൽമര കൂടെ ഇട്ടിട്ടുണ്ട്. വേനൽമര ഇട്ടിട്ടുണ്ട്. 2 ചെടികൾ അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. അതിന് പൊതയിട്ടിട്ടുണ്ട്. പൊത കൊന്നയുടെ ഇലയാണ് ഇട്ടിരിക്കുന്നത്. അതിന് ട്രിപ്പും ഉണ്ട്, മേളിൽ മിസ്റ്റും വെച്ചിട്ടുണ്ട്. ഇത് കെട്ടിക്കൊടുക്കുക എന്നുള്ളൊരു ജോലിയേ ഉള്ളൂ. വീടിനെ ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയും ഭാഗമാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മുകളിൽ ഞാൻ 10-25 റംബുത്താൻ വെച്ചിട്ടുണ്ട്. ഒരു 85 മൂട് തെങ്ങും ഒരു 500 മൂട് കമുകും വെച്ചിട്ടുണ്ട്. എൻ്റെ മറ്റേ പുരയിടത്തിൽ എനിക്ക് പല വിധത്തിലുള്ള ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. ഇതെല്ലാം എന്തൊക്കെ ഫ്രൂട്ട്സാ ഉള്ളത്? ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ തായ്ലൻഡ് ചാമ്പയുണ്ട്. 3 ടൈപ്പ് ചാമ്പയുണ്ട്. 2-3 വെറൈറ്റി പിന്നെ പേരയ്ക്ക ഉണ്ട്. പിന്നെ അതുപോലെ കമ്പിളി നാരകമുണ്ട്. പൊടിച്ചുകുത്തിയ നാരകങ്ങൾ തന്നെ 2-3 ഉണ്ട്. ആത്ത 3-4 വെറൈറ്റി ഉണ്ട്. അതുപോലെ ലെവലോലിയുണ്ട്, ഫിലോസാനുണ്ട്, റംബുത്താനുണ്ട്, മാങ്കുസ്തിയുണ്ട്. പിന്നെ ഓമ, പല വിധത്തിലുള്ള ഓമയുണ്ട്. പിന്നെ അതുപോലെ റംബുത്താൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. അതൊക്കെ ഉണ്ട്, പലതും ഉണ്ട്. നമ്മുടെ ഫ്രൂട്ട് ട്രീസ്. അതുപോലെ തന്നെ നല്ല കുരുമുളകിന് നല്ല ആദായം കിട്ടുന്നുണ്ടല്ലോ വർഷത്തിലെ. കുരുമുളകിന്റെ ആദായമുണ്ട്. പക്ഷേ അത് ശാസ്ത്രീയമായിട്ടല്ല പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ ഇടുന്ന വളമൊക്കെ ഈ താങ്ങുമരവും എടുക്കും. അതുപോലെ തന്നെ അതിന്റെ കമ്പ് വെട്ടുക എന്ന് പറയുന്നത് വലിയൊരു എക്സ്പെൻസീവ് ആണ്. നമ്മൾ പലപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടല്ല കൃഷി ചെയ്യുന്നത്. ഇതിന്റെ അടിയിലൂടാണ് ട്രിപ്പ് ചെയ്തേക്കുന്നത്. അടിയിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മിസ്റ്റ് മേലില് ഇതിപ്പോ 1-2 വർഷം കൊണ്ട് മുകളിൽ വരെ കയറി കഴിയുമ്പോൾ മിസ്റ്റിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ മേളില് പിന്നെ റംബുട്ടാൻ വെച്ചിട്ടുണ്ട്. 25 മൂട് വെച്ചിട്ടുണ്ട്. മറ്റേ പുരയിടത്തിലുണ്ട് 10-25 മൂടുണ്ട്. ജാതിയുണ്ട്, ഗ്രാമ്പുണ്ട്, എല്ലാ വെറൈറ്റീസാണ്. പല വിധത്തിലുള്ള ഉണ്ട്. കുരുമുളക് തന്നെ പല വെറൈറ്റി ഉണ്ട്. തെക്കനൊക്കെ ഉണ്ട് എൻ്റെ. അതുപോലെ തന്നെ കുതിരവാല എല്ലാം വെച്ചിട്ടുണ്ട്. വീട്ട്മാറ്റിനും റംബുത്താനും കുരുമുളകിനും ഒക്കെ ചെറിയ തോതിലാണെങ്കിലും സബ്സിഡി ലഭിക്കുമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃഷിഭവനിൽ നിന്ന്. അതുപോലെ തന്നെ തെങ്ങിന് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിലേക്ക് പുതിയതായിട്ട് തെങ്ങ് വെക്കുന്നതിന് 350 രൂപ വീതം കിട്ടും എന്ന് പറഞ്ഞതിനനുസരിച്ച് അപേക്ഷയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. താമസിയാതെ കൊടുക്കും. അത് 2 ഗഡുവായിട്ടേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒത്തിരി രൂപ ചെലവുണ്ട്. എങ്കിലും അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ള വിചാരത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.